വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇതിനെയാണ് മാർക്ക് ചെയ്യുന്നത്. നോക്കിയാൽ കാണാം, ഇവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. വന്നതിന് ശേഷം ബ്രേക്ക് ചെയ്ത് അവിടെ വന്ന് വീണ്ടും റീടെസ്റ്റ് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സ്ട്രോങ് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അതുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈനെയാണ് മാർക്ക് ചെയ്യുന്നത്. ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കിയാൽ കാണാം, അവിടെ നിന്നും കുറച്ച് ദിവസങ്ങളായിട്ട് അവിടേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് താഴോട്ടേക്ക് റിജക്ഷനും വരുന്നുണ്ട്. ഇന്നലെ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡലായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതായത് അവിടെ സെല്ലേഴ്സ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ അത്ര സ്ട്രോങ് ആയുള്ള സെല്ലേഴ്സും അല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ടേക്ക് വരുന്നതിന്. അപ്പോൾ എന്തായാലും ആ ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് പ്രധാനമായിട്ട് വൺ ഡേ ചാർട്ടിലുള്ളത്. ഇനി മാർക്ക് ചെയ്യാനുള്ളത് ഇന്നലത്തെ ക്യാൻഡലിൻ്റെ ലോയാണ് മാർക്ക് ചെയ്യുന്നത്. അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇതിനെ കളർ ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട്, ഇടുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് വരാം. ഇന്ന് ആക്ച്വലി ഗോൾഡിൽ പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നുമില്ല. ഉണ്ടായിരുന്നു ഓസ്ട്രേലിയൻ ഡോളറിലായിരുന്നു. ന്യൂസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ വന്നിട്ട് ഇനി 4 ഹവറിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. 4 ഹവറിൽ നോക്കുന്ന സമയത്ത് ഒരു നല്ല രീതിയിലൊരു റിജക്ഷൻ കാണിക്കുന്നുണ്ട്. റിജക്ഷൻ ഒരു പക്ഷേ താഴെ വന്നിട്ട് സപ്പോർട്ട് എടുക്കാനായിരിക്കും, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഒരു പക്ഷേ ഇന്നലത്തെ ലോ, അതായത് ഈ ലോയിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത 4 ഹവറിൽ കാണുന്നുണ്ട്. എന്തായാലും 4 ഹവറിൽ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് 4 ഹവറിൻ്റെ ഹൈ ആണ്. അതായത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. കുറച്ചും കൂടി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരുന്ന ഡേ ചാർട്ടിൽ നിന്ന് കുറച്ചും കൂടി റിഫൈൻ ചെയ്തിട്ട് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഡേയുടെ ഉണ്ട് ഓൾറെഡി അവിടെ. ഇനി ഒരു സപ്പോർട്ട് ഏരിയ ആണ് മാർക്ക് ചെയ്യുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ്. പക്ഷെ അതിനല്ല മാർക്ക് ചെയ്യുന്നത്, കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ആ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഒരു ഏരിയനായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. നേരത്തെ ഡേ ചാർട്ടിൽ അതിൻ്റെ തൊട്ട് താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ 4 ഹവറിൽ ഇംബാലൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് 4 ഹവറിൽ ഇത്ര മാത്രമേ നമ്മൾ മാർക്ക് ചെയ്യുന്നുള്ളൂ. 4 ഹവറിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ വൺ ഡേ ചാർട്ടിൽ വരച്ച ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് നല്ലൊരു പ്രൈസ് ആക്ഷൻ തന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ആ ഒരു സപ്പോർട്ടായിട്ട് എടുത്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു നല്ലൊരു സെൽ എൻട്രി ഇപ്പോൾ 4 ഹവറിൻ്റെ ബേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ അനാലിസിസിന് വേണ്ടിയിട്ട് 1 ഹവറിലേക്ക് പോവാം. 1 ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു എൻട്രി കാണിക്കുന്നുണ്ട്. അതായത് ഒരു സെൽ എൻട്രി കാണിക്കുന്നുണ്ട്. ഈ ഒരു ഇംബാലൻസിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി എടുക്കാം. ഒരു പക്ഷേ അത്യാവശ്യം മോശമില്ലാത്തൊരു ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യത നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം ടാർഗറ്റ് കിട്ടാനുള്ള ഒരു എൻട്രി ആണത്. 1 ഹവറിൽ കാണുന്ന സമയത്ത് വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. അതുകൊണ്ട് തന്നെ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒന്നുകൂടി കൺഫർമേഷൻ എടുത്തിട്ട് ട്രേഡ് എടുക്കുക. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് നോക്കണം. ഈ ഒരു ക്യാൻഡിൽ ബെയറിഷ് ക്യാൻഡിൽ ആണെങ്കിൽ മാത്രമേ ആ ഒരു ട്രേഡിന് പോയാൽ മതി. ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിവേ 1 ഹവറിൽ ഇങ്ങനെ ഒരു സെൽ എൻട്രി ഇപ്പോൾ കറൻ്റ് ഒരു സെൽ എൻട്രി കാണുന്നുണ്ട്. ഒരു ടെസ്റ്റിന് വരുന്ന സമയത്ത് എടുക്കാം. മിനിമം ടാർഗറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇന്നലത്തെ ലോയാണ് മിനിമം ടാർഗറ്റ്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് നേരത്തെ വരച്ച 4 ഹവറിൽ വരച്ച സപ്പോർട്ടാണ്. എനിവേ അത് കൺഫർമേഷനോട് കൂടി മാത്രം എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അപ് ട്രെൻഡാണ്. അപ് ട്രെൻഡിൽ നിന്നൊരു ഷിഫ്റ്റ് കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു ലോയിനെ എടുക്കാൻ, അതായത് ഇന്നലത്തെ ലോയിനെ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സെൽ എൻട്രി പറഞ്ഞിരിക്കുന്നത്. ഇനി ബൈ എൻട്രി എന്ന് പറയുന്നത് ഇവിടേക്ക് നേരത്തെ പറഞ്ഞ സപ്പോർട്ട് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ, അതായത് ഈ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഒരു ബൈ എൻട്രി എടുക്കാം. അപ്പോഴും വരുന്ന സാധ്യത എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ തന്നെയാണ് ടാർഗറ്റ് വരുന്നത്. ഇത്രയാണ് 1 ഹവറിൽ കാണുന്നത്. ഇനി 1 ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്യാം.
ഓൾറെഡി 4 അവറിലുള്ളത് മാർക്ക് ചെയ്ത അതേ ഏരിയാസ് തന്നെയാണ് 1 അവറിലുള്ളത്. അതുകൊണ്ട് കാര്യമായിട്ട് മാർക്ക് ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, സപ്പോർട്ട് ഇവിടെയാണ്, മെയിൻ സപ്പോർട്ട് ഇവിടെയാണ്, അതിൻ്റെ ഉള്ളിലുള്ള ഒരു സപ്പോർട്ട് ഏരിയയാണ് ഈ എടുക്കുന്ന ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇവിടെ മാർക്ക് ചെയ്യാത്തത്. എനിവേ അവിടെ ഒരു റെഡ് ലൈൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡേ ലോയുടെ റെഡ് ലൈൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നോക്കുകയാണെങ്കിൽ ഒരു സാധ്യത 1 അവറിൽ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. പക്ഷെ ഓൾറെഡി ഇവിടെ വന്ന് റീടെസ്റ്റ് എടുത്ത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് മറ്റോ പോയതിനു ശേഷം കുറച്ചും കൂടി നല്ലൊരു ഏരിയ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ 50 മിനിറ്റ്സിലോട്ടാണ് പോകുന്നത്. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് കുറച്ചും കൂടി നേരത്തെ പറഞ്ഞ എൻട്രി കുറച്ചും കൂടി നമുക്ക് റിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടി മുകളിലോട്ട് കയറ്റി വെച്ച് ഈ ഏരിയയിൽ വെച്ച് കഴിഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇത്രത്തോളം വയ്ക്കാം. അപ്പോൾ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസോ വരുന്നുള്ളൂ, ഒരു 30 പിപ്സിൻ്റെ സ്റ്റോപ്പ് ലോസോ വരുന്നുള്ളൂ. ഏറെക്കൂടെ നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 1:5 അടുത്ത് റിസ്ക് റിവാർഡും കാണിക്കുന്നുണ്ട്. അവിടേക്ക് വരികയാണെങ്കിൽ, അതായത് ഇവിടേക്ക് വന്നിട്ട് റീടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ മാത്രമേ ട്രേഡ് എടുത്താൽ മതി. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്ന്, അതായത് ഈ ഏരിയനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് മാർക്കറ്റ് ഇറങ്ങി ഇവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു സ്കാൽപ്പിങ്ങിന് വേണ്ടി മാത്രം നോക്കുക, അല്ലാതെ ഒരു വലിയ എൻട്രിക്ക് വേണ്ടി നോക്കരുത്. കാരണം ഒരു വർഷം മാർക്കറ്റ് അവിടെ നിന്ന് റിയാക്ഷൻ മാത്രമേ തരുള്ളൂ, റിജക്ഷൻ തരാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത 50 മിനിറ്റ്സിലും കാണുന്നുണ്ട്. എനിവേ മാർക്കറ്റ് വരട്ടെ, വന്നതിന് ശേഷം നോക്കാം. താഴോട്ടേക്ക് വരുന്ന സമയത്ത് 50 മിനിറ്റ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് ഇടുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു എൻട്രി, അതായത് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് വരികയാണ്, അതായത് ഈ ഒരു റെഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇവിടെ നിന്ന് റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ 50 മിനിറ്റ്സിൻ്റെ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഏരിയാസ് ഉണ്ട്, ഒരുപാട് ഏരിയാസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പോകുന്നുണ്ടെന്ന് മാത്രം. ഇതൊരു നല്ലൊരു ഏരിയ ആണ്. ഓൾറെഡി ഇവിടെ വന്നിട്ട് റീടെസ്റ്റ് എടുത്ത് പോയിട്ടുണ്ട്. ഇതും നല്ലൊരു ഏരിയ ആണ്. ഇതും റീടെസ്റ്റ് എടുത്ത് പോയിട്ടുണ്ട്. റീടെസ്റ്റ് എടുക്കാത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ ആണ്. ഈ ഏരിയയിൽ നമ്മൾ ഓൾറെഡി 4 അവറിൻ്റെ സപ്പോർട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്തൊന്ന് വളരെ സൂക്ഷിച്ച് മാത്രം ട്രേഡ് എടുക്കുക. ഇവിടേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഒരു റിവേഴ്സൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 1 അവറിലും 4 അവറിലും പറഞ്ഞ പോലെ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ട് എടുക്കുക. ഇനി എൻട്രി സാധ്യത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, റിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ എൻട്രികളും മറ്റും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ട്രേഡ് റൂട്ടിൻ്റെ സ്വന്തം സ്ട്രാറ്റജിയിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ട്രേഡ് റൂട്ട് സ്ട്രാറ്റജിയിൽ ഇന്ന് നല്ല രീതിയിൽ ട്രേഡ്സ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എല്ലാവരും അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ട്രേഡ് റൂട്ടിൻ്റെ ഒപ്പം ജോയിൻ ചെയ്ത് ഫ്രീ ആയിട്ട് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കയറി ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്നുള്ള ആശംസിക്കുന്നു.